എല്ലാം കഴിഞ്ഞപ്പോൾ എന്തോ പോലെ അല്ലേ? ശരിക്കും ഞാൻ ബാംഗ്ലൂരിൽ തന്നെ പഠിച്ചാൽ നശിച്ചു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇവിടെ കൊണ്ടുവന്നാക്കി. യുവർ ഡാഡ് ഈസ് സ്മാർട്ട്. സി, എവിടെ എൻ്റെ ഒരു നിരീക്ഷണത്തിലെല്ലാം വളരെ സ്മൂത്തായിട്ട് പോയല്ലോ. പോടി, അതല്ല. തുടക്കത്തിൽ ഐ ഹേറ്റഡ് ദിസ് പ്ലേസ്. നൗ ദാറ്റ് ഐ തിങ്ക് ഓഫ് ഇറ്റ്, ദീസ് ആർ ദ ബെസ്റ്റ് 4 years ഓഫ് മൈ ലൈഫ്. നമുക്ക് ഒരു 9 മണിയാകുമ്പോൾ ഇറങ്ങാല്ലേ നാളെ? ഓട്ടോ വിളിച്ചാൽ പോരെ, നമ്മൾ രണ്ടുപേരല്ലോ. നിനക്കൊരു ബാഗേ ഉള്ളൂ അല്ലേ? എൻ്റെ സാധനങ്ങളൊക്കെ കുറേ ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ട് പോവാം. ലാസ്റ്റ് ഇയർ സ്പോർട്സ് ഡേക്ക് അനൗൺസ്മെൻറ്റ് ബോക്സ് ഇവിടെ ആയിരുന്നില്ലേ? ആയിരുന്നോ? അതിന് ഞാനുണ്ടായിരുന്നു അന്ന്. ഉണ്ടായിരുന്നില്ല? നീയല്ല എല്ലാ പരിപാടിക്കും ചാടി കയറി പോവാ, നോട്ട് മീ. ഞങ്ങൾ ഇറങ്ങട്ടോ. ഞാൻ പോയച്ച വരാം. എന്ത് പരിപാടി കളിയാ നീ കാണിച്ചേ? ഇനി ഇങ്ങനെ ഒരു ദിവസമില്ല. മിസ് ചെയ്തില്ലേ? നീ ഇത് എവിടെയായിരുന്നു? ഞാൻ വായനശാലയിലായിരുന്നു. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഒരു വായനശാല 31 സപ്ലി. അത് ഈ കോളേജിന്റെ ഹിസ്റ്ററിയിൽ ഞാൻ ആദ്യമായിട്ടായിരിക്കും. അതിന്റെ ചമ്മലോണ്ട് വല്ലവരിക്കും അവൻ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വരാണ്ടിരുന്നത്. അല്ലാണ്ട് നീ കാരണമുള്ള ബ്രേക്കപ്പ് കാരണമൊന്നുമില്ല. എനിക്കെന്ത് ലാസ്റ്റ് ആടാ? അത് നിങ്ങൾക്കൊക്കെ അല്ലേ ജോലി കിട്ടിയും ഹയർ സ്റ്റഡീസിനൊക്കെ പുറത്തു വന്ന് ഞാനിവിടെ സപ്ലി ഹൗസിൽ. ലാസ്റ്റ് ഡേ ആയിട്ട് ഇനി വെറുതെ സെൻറ്റി അടിക്കണ്ട. ഫ്രണ്ട്സ് പോകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലടാ, എനിക്കത് ശീലമാണ്. ഞങ്ങളെ നാട്ടിൽ ചെറുപ്പത്തിൽ കൂടെ കളിച്ച് ചേർന്നവരൊക്കെ കുറച്ച് വലുതാകുമ്പോൾ മിണ്ടാണ്ടാവും. എന്ന് മാറിയുന്നുണ്ട് അവളൊന്ന് വിളിക്കുകയെങ്കിലും ചെയ്തു. ഓ, അത് ഞാൻ പറഞ്ഞോട്ടാ നിന്നെ വിളിച്ചത്. ഈ 4 കൊല്ലം അവൻ്റെ റെക്കോർഡ് മുഴുവൻ എഴുതി കൊടുത്തത് ഞാനാ. നീ നോക്കിക്കോ, അവൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യില്ല. എന്തേലൊക്കെ കാണിക്കട്ടെ, നിനക്കെന്താ? അവൾ എക്സാമിന് തന്നെ പുലർച്ചെ വരെ ഫോണിലെടുത്ത് പഠിപ്പിക്കുമായിരുന്നു, അതും അവൾക്ക് എക്സാം ഉള്ളപ്പോൾ. ഇമ്പ്രൂവ്മെൻറ്റിന് എൻ്റെ കൂടെ അവൾ എക്സാം എഴുതാൻ കയറിയിട്ട് അവളുടെ ആൻസർ പേപ്പറിൽ എൻ്റെ റോൾ നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇയർ ബാക്ക് ആയിരിക്കും, വേറെ ആരെയും ചെയ്യോടെ ഇങ്ങനെ. നാളെ തൊട്ട് ഇതിനൊക്കെ ആര് വെള്ളം ഒഴിക്കും? ഇതിനങ്ങനെ അധികം വെള്ളമൊന്നും വേണ്ട, വളർന്നോളും. ഇനി എപ്പോഴെങ്കിലും കോളേജിൽ വരുമ്പോൾ നോക്കാലോ. ചുമ്മാ ലാസ്റ്റ് ഡേ ടോക്സ്. നമ്മളൊക്കെ ഇനി എന്ന് വരാനാ? എടി, ദിസ് ഈസ് ദ പ്ലേസ് വെർ വി ഫർഗെറ്റ് ourselves. കുറച്ചു കാലം കഴിയുമ്പോൾ തന്നെ തപ്പി വന്നോളൂ. പണ്ട് ലൈനടിച്ച പെൺകുട്ടികളെ ശാപമായിരിക്കും. അവരോടൊക്കെ ഓരോന്ന് പറഞ്ഞാൽ ഊരിപ്പോന്ന്. അവസാനം എനിക്ക് പണി കിട്ടി. +2 പഠിക്കുമ്പോൾ പൂജ പറഞ്ഞിട്ട് പോയതാ കറക്റ്റ്. ട്രൂ ലവ് ഈസ് ഓൾവേസ് എ പെയിൻ. അതിനേക്കാളും വലിയൊരു പെയിനുണ്ട്, സപ്ലൈ പെയിൻ. ആ പെയിനെ കുറിച്ച് മോൻ ഇടയ്ക്കെങ്കിലും കുറച്ച് ആലോചിക്കണം കേട്ടോ. ഇവിടെ ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല, പഠിക്കാനൊന്നും പറ്റുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ നൈറ്റ് നമ്മൾ പൊളിക്കും. ആ തിയഡോർ ഇത് കൂടെ മണം പിടിച്ച് കിടക്കുന്നുണ്ട്. അതെന്തായാലും നിന്റെ പാട്ടിന്ന് വേണം. ഓക്കെ? അതെ, മസാല ദോശ പ്ലസ് ഐസ്ക്രീം അടിക്കാൻ പോയാലോ? ഞാനില്ല. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. എടീ, ഇതുപോലത്തെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ ഇപ്പൊ നടക്കും. അല്ലാണ്ട് ഇപ്പൊ പാരീസിൽ പോകണമെന്ന് പറഞ്ഞപ്പോ പറ്റും.